ಮಂಜೇಶ್ವರ ಹೊಸಂಗಡಿ ಕುಂಬಳೆ കാസർഗോഡ് ഗായ്സ് നമ്മ ഉള്ളത് ഇപ്പോ ചായന്റെ തോട്ടത്തിൽ ചായന്റെ അല്ല എന്തിനാ നമ്മളെ ബോഗിലുള്ള ആൾക്കാർ ഫുള്ള് വൈബിന്റെ ആൾക്കാർ പൊറ്റോണെ വന്നല്ലേ മജാ ഗായ്സ് മജാ ചളി പിടിച്ചു നല്ല പുഷ്പ നല്ലോണം ചളി സംസോ ഫുള്ള് നമ്മളെ കണക്കല്ലേ സംസിന്റെ കയ്യിലാണുള്ളത് സവാദ് മൊബൈൽ പിടിച്ചിട്ട് എന്തോ ഇതായിക്കൊണ്ടുള്ളൂ നോക്കി ട്രൈ ആയിക്കൊള്ളു ഓർക്ക് എന്ത് സെർച്ച് ആക്കുന്നത് എന്തിനാ കളിയില് എന്തോ സെർച്ച് ആയിക്കൊണ്ടത് ഗ്രൂപ്പാ ഞമ്മ എടുത്തിട്ട് ഒരു ഭാഗ്യായിനാളെ നിങ്ങൾ എടുത്തായിരുന്നോ ഞങ്ങക്ക് കേക്ക് ആ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് സവാദ് ചൂട് നാട്ടില് ചൂടല്ല ഭയങ്കര തണുപ്പ് മജോടെ മജ ടോട്ടലി ഞങ്ങൾ ജോലി ആക്കി എന്തു ആട്ട് അപ്പൊ ഇപ്പൊ റോസ് ഗാർഡൻ ആണ് വന്നത് നാളാണ് ടോയ് ട്രെയിൻ പോകുന്നത് പിന്നെ ബോട്ടിങ് പോകുന്നില്ല മജയില്ലാന്നാണ് ബോട്ടിങ് കുറേ കുറി പോയി ഓറും കുറച്ചെല്ലാം പോയിനി പിന്നെ അതെല്ലാം കാണിക്കണം അല്ലേ അപ്പൊ ബാക്ക് സൈഡ് നിങ്ങൾക്ക് എല്ലാം കാണിച്ചോണ്ട് പോകുന്നു ഞാൻ ഓക്കെ ഫ്ലൈ അപ്പോൾ ഇതിൽ ഒരു പൂവിൻ്റെ പേര് പക്ഷെ പൂ ആയിട്ടില്ല കാലി ഇപ്പോൾ തൈ മാത്രമുള്ള സ്വീറ്റ് വാട്ടർ ഇങ്ങനത്തെ എല്ലാം പേര് ഓരോന്ന് കുറേ പേരുണ്ട് ഇവിടെ കുറേ ആളെല്ലാം വന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നു അപ്പോൾ അങ്ങേക്കും പയ്യുണ്ട് ഇങ്ങേക്കും പയ്യുണ്ട് പിന്നെ താഴേക്കും പോകാനാണ് ഓതയിലെ താഴേക്ക് പോകുന്ന താഴത്തെ വ്യൂ ഉണ്ട് അവിടെ ഒന്ന് കണ്ടിട്ട് വരാം നമുക്ക് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നൊരു വ്യൂ നോക്കിയാണ് കാണിക്കുന്നത് ഇതിൽ ചിലപ്പോൾ മജ കാണുവാന്തോ ഇതിൽ മജ കാണുന്നില്ലടാ അപ്പോൾ ഞാൻ ബാക്ക് ക്യാമറയിൽ ഇവിടെ എല്ലാം പോകണം നമുക്ക് ഇങ്ങനെ ലൈൻ ഓഹോ അടിപൊളി റോസ് ഗാർഡൻ നമ്മളെ ചങ്ങായിമാരിൽ ബെറ നിങ്ങൾ ഫോട്ടോത്തിനല്ല ഇത് വ്ളോഗ് വീഡിയോ അല്ല ഞങ്ങൾ ഫുള്ള് റോസ് ഗാർഡനിൽ മജയാക്കി മീത്തെല്ലാം നോക്കുമ്പോ കാല് തൈ ഉണ്ടാഞ്ഞി അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് തൈ നോക്കാൻ ഞങ്ങൾ റോസ് ഗാർഡനിൽ അതെ ഞങ്ങൾക്കിപ്പോ ഫ്ലവർ എല്ലാം താഴെ ഉണ്ട് റോസ് ഉണ്ട് അപ്പൊ റോസ് ഗാർഡനിലേക്ക് വന്നെങ്കിൽ റോസ് കാണാൻ കിട്ടിയെന്നൊരു സമാധാനം ഉണ്ട് അതിനെ നിങ്ങൾക്ക് കാണിക്കാം മാത്രം എനിക്ക് കാണുമ്പോൾ ഒരു മജ വേറെന്നോ ചില മീത്തന്നെ അത്ര തന്നെ ചുറ്റുവാനുണ്ട് ഫസ്റ്റ് വരുന്നവരൊരിക്കൽ റോസ് ഗാർഡനിലേക്ക് വരാം ഇത് ഞാൻ 8ാമത്തെ കുറി വരുന്നത് വെടിഞ്ഞിട്ട് ബേരിക്ക് വീണ് എനിക്ക് ഇല്ല എന്നെങ്കിലും ഈ ഊട്ടി ക്ലൈമറ്റിക്ക് വരുന്ന ഒരു മജ വേറെ തന്നെ ടോട്ടലി എന്താ മജ ഇതാണ് റോസ് ഗാർഡൻ്റെ പൂകൾ ഇങ്ങനെ ഫുള്ളിരിക്കുന്നത് റോസ് ഗാർഡനിൽ മാത്രം ഇപ്പം ഇല്ലല്ലോ മഴക്കാലം എന്തല്ലല്ലേ ഇവിടെ മഴ വന്നിട്ട് മാത്രം മഴക്കാലം തുടങ്ങുമ്പോൾ ചില ടൈം ഇരിക്കുന്നു ഇവിടെ ആ ടൈമിൽ ഫുള്ള് പൂ ഇരിക്കുന്നു ഇപ്പം താഴെ മാത്രം ഒരു പൂവിൻ്റെ പേര് കണക്ക് പായ്പാട്ടാക്കണമെങ്കിൽ ഒരു കൊല്ലല്ലേ വേണ്ടി വരാമെന്തോ എന്നെങ്കോ നല്ല നല്ല പൂ ഇന്നൊന്ന് വെളിച്ചോണ്ട് പോയാരോടെ അപ്പോൾ അപ്പർ സൈഡിലും അങ്ങനെ ഉണ്ട് നല്ല കാഴ്ച അപ്പം ഞാൻ തന്നെ ബാക്കിയായിരുന്നു റോസ് ഗാർഡനിൽ ബാക്കി എല്ലാവരും പോയിട്ടായി മക്ക ചെന്ന അതിന് ടൈമായിനി പുറത്തേക്ക് പോയി ചെല്ലി നിങ്ങൾ പുറത്തേക്ക് പോകണമെങ്കിൽ മീത്തെ കയറിയിട്ടാണ്ട് അപ്പോൾ സെറ്റ് ഓ മൈ ഗോഡ് ഇതാ ഊട്ടിലത്തെ ഒരു 7 മണീൻ്റെ കാഴ്ച അടിപൊളി കാഴ്ച അപ്പോൾ സെറ്റ് ഇതെല്ലാം ഫുള്ള് പൂ അവിടത്തോളം റോസ് ഗാർഡൻ അപ്പോൾ സവാദ് എന്തോ വ്ളോഗ് ആയിക്കോണ്ട് വന്നോണ്ട് ആ എന്തായാലും നമ്മ കുറേ കൂടി വന്ന് റോസ് ഗാർഡനിലേക്ക് എന്തെങ്കിലും ബാക്കും വരാൻ തന്നെ ആണ് ഊട്ടിയിൽ എന്തെങ്കിലും ക്ലൈമറ്റ് മജൻ്റെ ക്ലൈമറ്റ് അല്ലേ ഊട്ടിൻ്റെ അപ്പോൾ നമ്മ ഇവിടെ പോകാൻ മനസ്സില്ല ഇനി 2 ദിവസം നിൽക്കാൻ തന്നെയാണ് ക്ലൈമറ്റിൽ അങ്ങനത്തെ ചൂടല്ലേ നാട്ടിലിപ്പോൾ നമ്മളെ എന്തെങ്കിലും പോയില്ല കാണുന്നില്ലല്ലേ ഇപ്പം ഒന്നും പച്ചിന്ന് മുണ്ടാൻ കിട്ടുന്നില്ല ശ്വാസം കിട്ടുന്നില്ല സംസോ പുഷ്പാടുണ്ടു ഇതാ പുഷ്പയോടൊക്കെ എത്തി വന്നിട്ട് മീത്തേക്ക് അപ്പോൾ ഈ സൈഡിലുള്ളതെല്ലാം നല്ല പൂവെല്ലാം ഉണ്ട് ഇനിയിപ്പം നാളെ പോകുന്നതാണ് ടോയോ ട്രെയിൻ അതിൻ്റെ ഒരു നിങ്ങൾക്ക് കാഴ്ച കാണിച്ചിട്ട് വീട്ടിൽ വിടുന്നു നാളെ എടുത്തെടുത്ത് പോ നമ്മൾ തന്നെ അല്ലേ ഇത്ര പൂവൊക്കെ ഓരോന്നൊന്നര പോയി എന്ത് ഇത്ര വലിയ ഗുലാബിയല്ലോ എന്താ താങ്ക് യുടാ തരാ ഇതാ നമ്മളെ സവാദ് ഞങ്ങൾക്ക് പൂ തരുന്നതാണ് ലവിടാ തേന് പഞ്ചാര അപ്പൊ എൻ്റെ ലവർ സവാദ് ഗൈസ് അപ്പൊ പൂവെല്ലാം കിട്ടി ഇനിമേൽ എറിഞ്ഞിരോട് അവിടെ കണ്ടെങ്കിൽ വെട്ട് വീപ്പ ഇല്ല അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്കെല്ലാം പോയിട്ട് 2 പോയി റോസ് ഗാർഡൻ പോയി
പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോയി. നാളെ കാലത്തേക്കുള്ള ട്രെയിൻ ടോയ് ട്രെയിനിൻ്റെ ഇതെല്ലാം എടുത്ത് ടിക്കറ്റ് എല്ലാം ഇന്ന് തന്നെ റിസർവേഷൻ ആക്കി. പിന്നെ അവിടെ പോയിട്ട് 3 മണിക്കൂർ പോയിട്ടും കിട്ടിയിട്ടേ ഇല്ല. അത്ര 1 മണിക്കൂർ മുന്നെയാണ് ബുക്കിംഗ് സ്റ്റാർട്ടാണ്. അത് പിന്നെ അപ്പൊക്കാകുമ്പോൾ ഫുള്ളായിട്ടാണ്. ഒരു 20 ആൾ ടിക്കറ്റ് എടുത്തിട്ടാകുമ്പോൾ അവരുടെ ഫാമിലി ഇരിക്കുന്നില്ല, അപ്പോൾ ഫുള്ളായിട്ടാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ റിസർവേഷൻ ആക്കിയിട്ട് നാളേക്ക് വെച്ച് സെറ്റിങ്. അപ്പോൾ റിസർവേഷൻ കൂണൂർക്ക് പോകുന്നില്ല, കുറച്ച് ഇപ്പുറം പോകുന്നുണ്ട്. 1/4 മണിക്കൂർ മുന്നേ റിട്ടേൺ വരുന്നത്. നമുക്ക് ട്രാവൽ ആക്കുന്നത് നമ്മളെ ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവർക്കല്ലോ അത് ബെസ്റ്റ്. അല്ലെങ്കിൽ 365 റുപ്യ ഒരാൾക്ക്. അത് കെ ടി അല്ല പേര്. ഊട്ടി നമ്മളെ ഉദകമംഗൻ എന്തിനാ ഉദകമണ്ഡല റെയിൽവേ സ്റ്റേഷനിൽ ഒരു KTയിലേക്ക് പോയിട്ട് അതേ ട്രെയിൻ തിരിച്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ട് അവിടെ ആക്കുന്നു, അവിടെ ഊട്ടിയിലാണ്. പിന്നൊന്നുണ്ടല്ലോ ഞാൻ ചെയ്യുന്നത്, കൂണൂറിലേക്ക് 1 മണിക്കൂർ മുന്നേ ട്രെയിൻ ടിക്കറ്റ് എടുക്കേണ്ടത്. അത് പോയിട്ട് നമുക്ക് എത്ര കാലത്തെ ഇപ്പോൾ 9 മണിക്ക് ട്രെയിനെങ്കിൽ 10 മണിക്ക് കൂണൂർ എത്തുന്നു. റിട്ടേൺ വരണമെങ്കിൽ ഏതെങ്കിലും ടാക്സി പിടിച്ചിട്ട് വരണോ അല്ലെങ്കിൽ ബസ്സിൽ വരണോ. ഇതങ്ങനെയല്ല, ഇത് നമുക്ക് റിട്ടേൺ കൊണ്ടുവന്നിട്ട് ആക്കുന്നു KTയിലേക്ക് പോകുന്ന ട്രെയിൻ. അപ്പോൾ അങ്ങനെ നൈറ്റ് കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നൈറ്റ് ഫുഡെല്ലാം ആയിക്കൊണ്ട് ആൾക്കാർ നമ്മളെ ചങ്ങായിമാർ ഫുള്ള് വൈബ്, ഫുള്ള് മജ, ഫുള്ള് പൊളിച്ചു. ഒട്ടാശി മജയിൽ മാത്രം ഊട്ടിയിൽ. നാളെ കുറച്ച് ഊട്ടിയിൽ പോയിട്ട് പിന്നെ മൈസൂർ പെടുന്ന അതിൻ്റെ ബ്ലോഗും ഉണ്ടാവും. ഇഷ്ടപ്പെടുന്നല്ലേ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കണോ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്ന്. ഗൈസ് ഇപ്പോൾ നൈറ്റ് ഫുഡിലേക്ക് നമ്മൾ റെഡി ആയിക്കൊണ്ടുള്ളത്. ഇപ്പോൾ സംസു അരിയെല്ലാം കഴിക്കൊണ്ടുള്ളൂ, കോൾ മിഠായി ചോദിച്ചുകൊണ്ടുള്ളൂ, അരി കഴിക്കൊണ്ടുള്ളൂടെ. അരി കഴിച്ച് നെക്സ്റ്റ് എന്താക്കുന്നാറാ എഗ് കറി വിത്ത് നെയ്ച്ചോറ് അല്ലേ? നെയ്ച്ചോറ്, കോൾ മിഠായി പുഷ്പ അഡ വീണോ സവാദേ എന്തിനാ? ഓക്കെ സെറ്റ്. പിന്നെ വേറെ ഒന്നും ചെല്ലുണ്ടോ എനിക്ക്? എന്താ ഇത് ബ്ലോഗ് അപ്പൊ നെക്സ്റ്റ് മീൻ കൊണ്ടുവരാ വരുമ്പോക്ക് നമ്മ കലിമോ ബ്ലോഗ് ഓക്കെ ഓക്കെ സെറ്റ് ഫുള്ള് മജ ഇനി എന്തോട്ടെ. അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. നെക്സ്റ്റ് പാർട്ട് 3 4 എത്രാമത്താണ് ആ പാട്ടിൽ കാണാം. അപ്പോൾ ഇല്ല ചിലപ്പോൾ ബൈക്കില്ലല്ലോ ഞാൻ ഈ വ്ളോഗിൽ തന്നെ ഉൾപ്പെടുത്തു, അതായിട്ട് ഉണ്ടാക്കുന്നു. പിന്നെ നാളത്തെ വ്ളോഗ് വേറെ. ഓക്കെ സെറ്റല്ലേ? ഗൈസ് ഇത് ഇന്ന് 2ാമത്തെ നാളുടെ ഊട്ടിൻ്റെ നൈറ്റ് വൈബ് ഫുള്ള് മജോടെ മജ. എന്ത് ഇങ്ങേക്ക് തിരിച്ചെങ്കിൽ ലൈറ്റും കാണുന്നില്ല, പണ്ടാരടിക്കുന്നത് ബാക്ക് ക്യാമറയിലെ കാട്ടുന്നു നിന്ന് നടന്നു കൊണ്ടുപോകുന്നു. അപ്പോൾ നമ്മളെ സംസുബായി എല്ലാം കൊണ്ടുവന്നുകൊണ്ട് കച്ചേരെല്ലാം ഏറുവേണി. അപ്പോൾ നമ്മളെ സിദ്ദിഖ് ബായി ഇവിടെ എല്ലാം സെറ്റ് ഓക്കെ ഉപ്പിട്ട സ്റ്റൈലെല്ലാം കണ്ടില്ലേ വെറൈറ്റി. സംസ് എല്ലാം മുറിച്ചിട്ടെല്ലാം കൊടുത്തിട്ട് എല്ലാം ക്ലീൻ ആയിക്കുന്ന പണി ആയിക്കൊണ്ട് മാഷാ അല്ലാ. സംസും സിദ്ദീഖാണ് ഫുഡിൻ്റെ മെയിൻ ആൾക്കാർ, 2 ആള് എല്ലാ ടൈമിലും ആക്കി തന്നുകൊണ്ടുള്ള ഓറും. അപ്പോൾ നീ ഇങ്ങനെ നിന്നിട്ട് നോക്കുന്ന ഇത് നെജിപ്പുള്ള ഇത് ഇതാ നെയ്ച്ചോർക്കുള്ള സെറ്റപ്പ്. ഇത് തണ്ണിയെല്ലാം തിളക്കം വെച്ചിനല്ലേ? മുളക് പൊടിയുടെ സംശയം പിടിക്കും. ഓക്കെ ഓക്കെ ഇന്നാളത്തെ മുളക് പൊടി ഓക്കെ. അപ്പം ഗൈസ് നെക്സ്റ്റ് ഇനി ബേക്കുന്ന സീനെല്ലാം കാണിക്കാം. നെയ്ച്ചോറെല്ലാം ആയിട്ട് കറിയെല്ലാം ആക്കുന്നത് ഒന്ന് കാണിക്കാം. ഓക്കെ സെറ്റല്ലേ? നമ്മളെ കറിയെല്ലാം റെഡിയായി, ഇനി ബേക്കാനുള്ള പണി മാത്രം ബാക്കി. അപ്പോൾ മണി എത്ര ഏറെ പോയി കഴിഞ്ഞാലേ 12:06 അപ്പോൾ സംസുബായി ഫുള്ള് മുട്ടക്കറി നെയ്ച്ചോറും സിദ്ദീഖുവാനും കൂടിയിട്ട് ഉള്ളു. അപ്പോൾ ഇപ്പോൾ ഇനി ബേക്കുന്ന പരിപാടി സെറ്റല്ലേ? മുട്ടക്കറി റെഡിയായി, ഇനി നല്ല മണം വരുന്നു സെറ്റ്. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളെ ഇന്നത്തെ നെയ്ച്ചോറും മുട്ടക്കറിയും നൈറ്റ്. അപ്പോൾ ഇനി ബേക്കുന്ന സീനാക്കിയിട്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. ഞങ്ങൾ ഫുഡെല്ലാം റൂമിലേക്ക് എത്തി, ഫുൾ സെറ്റപ്പ്.
അല്ലേ എന്നാ ചെല്ലുണ്ടാ നല്ല പൊളി നെയ്ച്ചോറ് കാണിക്കില്ല നെയ്ച്ചോറ് നോക്കുക കറി കറി കറിനെ കാണിച്ചേന് ഒന്നും കൂടി കാണിച്ചേ നോക്കി തീരുന്നില്ല അപ്പൊ അവിടെ എന്തെങ്കിലും പുഷ്പക്ക് നല്ല വർക്ക് പുഷ്പക്ക് സംഗതി സുബിയ എന്താ പുഷ്പ സുബിയ എണി 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 മതി കലിമോ കലിമോ എന്താ ഏയ് കലിമോ 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 ഇനി വീട്ടിലേക്ക് തണുപ്പു ചളി ഇന്നാലെ വെറുമ്പക്കില്ലേ ഇന്നാളെ നിക്കുവാനില്ല നീ ഞങ്ങ ഫുള്ള് കോട്ട് പിന്നെ ഇരുന്നല്ലേ ഇതാക്കി ഇന്ന് പിന്നെ തണുപ്പ് കുറച്ചുണ്ട് ഇത് ഇതില് പണ്ട ഇട്ട സോക്ക് തണുപ്പ് യാറൊന്നും ഇരിക്കണ്ട ഊട്ടിൽ അറിയണ്ടേ ചളിക്ക് വേണ്ടിട്ടല്ല അല്ലല്ലേ നമ്മളെ മുട്ടക്കറിയും നെയ്ച്ചോറും ഫുള്ള് സെറ്റപ്പില് പോയിക്കൊണ്ടു നല്ല പിക്കപ്പ് നല്ല തണുപ്പ് നല്ല പിക്കപ്പ് മുട്ട മൂട് അപ്പൊ ഗൈസ് ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞ് അപ്പൊ ഇനി നാളെ ഓക്കെ സെറ്റ് അപ്പൊ ബേച്ചിരി കണ്ടിട്ട് പറഞ്ഞു ബൈ 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 ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഊട്ടിയിൽ മൂന്നാമത്തെ നാൾ ടോയ് ട്രെയിനിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടുണ്ട്. 8 മണിക്ക് റെഡി ആവണമെന്ന് വെച്ചാൽ ഇനി 8 മണിയായി, റെഡി ആയിട്ടില്ല എല്ലാവരും. ഇല്ലെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ പോകും 9:30 എത്തിയില്ലെങ്കിൽ. അപ്പോൾ ഊട്ടിലത്തെ ബാക്കിലത്തെ കാഴ്ച എന്നിട്ട് നമുക്ക് ഉള്ളിലത്തെ കാഴ്ച കാണിക്കാം. ഇപ്പോൾ എന്തായാലും ഇപ്പം എന്ത് ആക്കുന്നതിൽ ഡബിൾ ആംപ്ലേറ്റില്ല, ചെക്ക് ഡബിൾ ചേർന്ന് 3 ആയെങ്കില്ല. അപ്പോൾ ആംപ്ലേറ്റാണ് ഇല്ല. സെറ്റപ്പ് എല്ലാം റെഡിയാ. അത് നമ്മളെ സംസുബായി ഇവിടെ മുറിച്ചോണ്ട് ഉള്ളിയെല്ലാം ആംപ്ലേറ്റുള്ള സെറ്റപ്പ്. അപ്പോൾ ഓരെല്ലാം റെഡിയായി. എൻ്റെ 2 ആൾ റെഡിയാകാൻ ബാക്കി. കല്ലിമ റെഡിയല്ലേ? സെറ്റ് സവാദ റെഡിയല്ലേ? സെറ്റപ്പായല്ലേ? ഓക്കെ. അപ്പോൾ ഇനി പുഷ്പവും സിദ്ദീഖും റെഡിയായെങ്കിൽ എന്തായി? റെഡിയായി റെഡിയായി റെഡിയായി. എന്തേ നാശ ആയിക്കൊണ്ടല്ലേ പോലെ. അപ്പോൾ ഗൈസ് ഇനി എന്തെങ്കിലും ഞമ്മ നാസ്റ്റാക്കുന്ന് വിടുന്ന് അവിടേക്ക് ടോയ് ട്രെയിനിലേക്ക്. ഇനി അതെല്ലാം നിങ്ങൾക്ക് കാണിക്കാം. ഊട്ടി പിന്നെ ഞങ്ങൾ വിടുന്ന് ഉച്ചാകുമ്പോക്ക് സെറ്റ്. സവാദേ സെറ്റായല്ലേ? സെറ്റ്. അപ്പോൾ ഇതാ പുഷ്പ റെഡിയല്ലേ? ആ റെഡി. ഇനിയിപ്പോൾ അതാ കലിമു ആംപ്ലേറ്റ് ആക്കി തിന്നിട്ട് പോയി. ഇതാ നമ്മളെ സംസുബായും നജീബായും ആംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ടു. അപ്പോൾ ആംപ്ലേറ്റ് റെഡി ആയതിന് നമ്മളെ കലിമ എങ്ങനെയാ? അടിപൊളി. ഓക്കെ. അപ്പോൾ ഇനി നാസ്റ്റ് ആക്കുന്ന ഒരേ ബിഡൽ എന്താക്കുന്നത്? ആംപ്ലേറ്റ് തിന്നു ഒറ്റ ബിഡൽ വീട്ടിട്ട് ഫുള്ള് വ്ളോഗ് ഇന്ന് ഊട്ടിയിലത്തെ കഴിഞ്ഞ് ഊട്ടിയിലത്തെ ഉണ്ടാക്കുന്നു. പിന്നെ മൈസൂർ സ്റ്റാർട്ട് ആക്കുന്നു. ഓക്കെ. അപ്പം നമ്മൾ ടോയ് ട്രെയിനിലേക്ക് എത്തി ഗൈസ്. സുബൈയില്ലെങ്കിൽ മണി 9. ഞങ്ങളുടെ ട്രെയിൻ 9:45. അപ്പം ഇതാണ് ആ ടോയ് ട്രെയിൻ. ടോയല്ലേ ബൈ? ടോയല്ലേ? ആ ടോയ് ട്രെയിൻ. എന്തോ ഒരു തെറ്റുന്ന ഉള്ള 4 അക്ഷരം, 4 3 അക്ഷരം എന്നിട്ടാണ് തെറ്റുന്നത്. അപ്പോൾ ഇതാ കൂടെ എന്നിട്ട് നമുക്ക് 3/4 മണിക്കൂറൊക്കെ ആക്കണം. ഞാൻ PM വന്നത് ചില ട്രാഫിക് എന്തായിരുന്നു. ഇത് പോകുമ്പോൾ ഒരു കാഴ്ച കാണിക്കാണ് നിങ്ങൾക്ക്. പോകുന്ന ഒരു സീന് കാണിച്ചിട്ട് പിന്നെ ഞങ്ങൾ പോകുന്ന ഒരു സീന്. ഗൈസ് ഫൈനലി നമ്മളെ ടോയ് ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് കാത്തുകൊണ്ട് ഇന്നാളിൻ്റെ ടിക്കറ്റ് കാത്തിട്ട് ടിക്കറ്റെല്ലാം കിട്ടി. ലാസ്റ്റ് ടോയ് ട്രെയിൻ വന്ന് ഇനിയിപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്. യാത്രയിൽ ഈ ടോയ് ട്രെയിനിൽ കേട്ടിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാഴ്ച കാണുന്നു അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടേ പോകും ഞാൻ. ഓക്കെ സെറ്റല്ലേ സംസോ? പുഷ്പ സെറ്റല്ലേ? ഓക്കെ ബാ ബാ. അപ്പോൾ ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് കയറാം. ട്രെയിനിൻ്റെ ഉള്ളിലത്തെ കാഴ്ച ഇതാ ഊട്ടിയിലെ ബോട്ട് ഹൗസ്.
അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങനെ ടോട്ടലി ടോയ് ട്രെയിനിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാഴ്ച നിൽക്കുകയാണ്. ഇത് നമ്മളെ കലീലും സവാദ് ഭായി. ഓക്കെ സെറ്റ് സവാദേ സംസോ ഓയ്യോയോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഗൈസ് ടോയ് ട്രെയിനിൽ ഒരു മജ വൈബു യോ 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 മജ എന്തെങ്കിലും ഇങ്ങനെയുള്ള കാഴ്ച കണ്ടുകൊണ്ടേ പോവാം. പിന്നെ ട്രെയിൻ 8 കിലോമീറ്ററാണ് കേട്ടിക്കുള്ളത്. സ്ലോ പോകുന്നത് മജേലി. ഓക്കെ അപ്പോൾ എല്ലാ കാഴ്ച കണ്ടുകൊണ്ടേ നിങ്ങൾക്ക് പോവാം. ഒരിക്കൽ ഊട്ടിയിലേക്ക് വന്നെങ്കിൽ ടോയ് ട്രെയിനിൽ ഒരിക്കൽ മസ്റ്റ് ട്രൈ ഒരിക്കൽ പോകണം തന്നെ എന്തായാലും. അപ്പം ഞങ്ങൾ ഒരിക്കൽ പോയിക്കൊണ്ടേ ഉണ്ടു. ഫുള്ളു മജയായിക്കോട്ട് പോയിക്കൊണ്ടു. ഇതാ ക്യാരറ്റ് കണ്ടിട്ടില്ല ചെല്ലുണ്ട്. ക്യാരറ്റ് എങ്ങനെ കാണിക്കുന്നത്? പൊരിച്ചിട്ടാണ് കാണിക്കണത്. ഗൈസ് ക്യാരറ്റ് എല്ലാം പൊരിച്ചോണ്ടുണ്ടോ സൊബൈക്ക് ഫുൾ മജ. നല്ല ക്ലൈമറ്റ്, നല്ലൊരു വൈബ്, നല്ലൊരു കാഴ്ച. ടാൻ ടടാ ടാൻ 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 ടടാ. Guys, oh maja guys, maja nalla views guys, nalla views. Whoa, maja, oh guys, totally maja guys. Khalil boy, yo, ada, fullo bye kondu. Namma enikone ellaru kaatune. Illangella irudhu silent illunai. Ranti bittama enchittu oru poppe njangal. Appa elle enchane full vibe, full maja. Video. ആയിക്കോണ്ടല്ലേ മൊബൈൽ പിടിച്ചോ കട്ടി. ഓ ഗൈസ് മജാ ഗൈസ്. ഇതെന്താ ഗൈസ് ഊട്ടിയിലേക്ക് ഞങ്ങൾ ജാബിയെ എല്ലാം ദമ്മായിട്ട് ഞാൻ വന്നിട്ടില്ല. അവന് മിസ്സിങ് ഗൈസ്, മിസ്സിങ്, ടോട്ടലി മിസ്സിങ്. ഓക്കെ അപ്പോൾ എനിക്ക് വാക്സിൻ ഉണ്ട് കാട്ടാണ്ടേ കാട്ടാണ്ടല്ലേ. വാക്സിനിലേക്ക് പോവാം. മജാ ഗൈസ് മജാ. വാവ് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. I love you. നല്ല അടിപൊളിയാ. അതിൽ പിന്നൊന്നുമില്ല. പിന്നെ ഐഫോണിൽ മറ്റേ പുട്ട ഇതാ താഴെ നോക്കൂല. കുത്തവിടെ ഐഫോണിൽ ഇല്ലേ? ഗൈസ് നമ്മ കേട്ടിക്ക് എത്തി ഗൈസ്. നല്ല മജ ആയിനി ഗൈസ്. ഇതാ നമ്മളെ ബാക്കി 3 ആള് അപ്പുറത്തെ പോക്കിലാണ് ഉണ്ടായത്. അപ്പോ കേട്ടിൽ കീഴില്ല. കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മാത്രം ഇവിടെ. ഇതിന് ബാക്ക് പോകണം റിട്ടേൺ അങ്ങേക്ക് തന്നെ. 11 മണിയാകുമ്പോഴേക്ക് വീണ്ടും ഊട്ടിയിലേക്ക് എത്തും. ഓക്കെ അപ്പോൾ ಕೆಂಬಾಡು, ಕಾವೂರು, ಮಂಜೇಶ್ವರ, ಉಪ್ಪಳ, ಹೊಸಂಗಡಿ, ಕಾಸರಗೋಡು. ಅಣ್ಣ ಕೆಂಬಾಡಿ ಒಪ್ಪುಂಡ ಕೆಂಬಾಡಿ. ಓಕೆ ಬರಬಹುದು. ಕಾಸರಗೋಡು, ಕೆಂಬಾಡು, ಕಾವೂರು, ಮಂಜೇಶ್ವರ, ಹೊಸಂಗಡಿ, ಕುಂಬಳ, ಕಾಸರಗೋಡು. वो मेरे सामने बैठी है मगर उसकी आंखों में
അങ്ങനെ ഞങ്ങൾ ഊട്ടിന്ന് കേട്ടിയിലേക്ക് പോയിട്ട് റിട്ടേൺ വന്നിട്ട് എത്തിക്കൊണ്ടേ വന്നേ. അപ്പൊ ഇവിടെ എന്ത് സംഭവം, നമ്മളെ ബോഗിലുള്ള ആൾക്കാർ ഫുള്ള് വൈബിന്റെ ആൾക്കാർ, ഫുള്ള് മജോടെ മജ. സവാദ് ചായ ലഭിച്ചോണ്ടായിരുന്നു പട്ടിയിൽ. നല്ല കളിയില്ലേ എങ്ങനെ ഓക്കെ അല്ലേ? ഇവിടെ സരിഗമപ്പ കളി നടന്നുകൊണ്ടു. അപ്പൊ ഞങ്ങളും ജോയിൻ ആയി. ഞങ്ങൾ ഈ ടീമില്, അപ്പുറത്തെ ടീമില് സവാദിന്റെ വരും. ഓക്കെ ഗൈസ്, ബൈ ബൈ ഗൈസ്. ഞങ്ങൾ റിട്ടേൺ വന്നിട്ട് എത്തി ഊട്ടിയിലേക്ക്. അപ്പൊ എല്ലാവരും ഫുള്ള് മജയാക്കി മാത്രം എന്താണ് ഇതാ ഉദകമണ്ഡലം എത്തിയിട്ടുണ്ട്. നമ്മ ഒരു സ്റ്റേറ്റിലൊരു പാർക്കിംഗ് അല്ല അത്, എന്നിട്ട് പോലും അവിടെ നിപ്പിച്ചിനി ബ്ലോക്ക് ആയിട്ടില്ല. ഭാഗ്യം പാർക്കിംഗ് ഇല്ല സംഭവം. ഇവിടെ പോലീസ് വന്ന് ഫൈൻ കെട്ടിയിട്ട് പോവും, അത്ര തന്നെ. പിന്നെ അപ്പോൾ കോഴി എടുക്കാൻ വന്നിട്ട് കോഴിക്ക് ഇവിടെ എന്താ മുന്നേ അറുത്തിട്ടെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അവിടെ കിലോന് 740 രൂപ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഇതാണ് കോഴി സ്റ്റാൾ, ഹലാൽ ചിക്കൻ. ഫ്രണ്ട് കാറിലുള്ള. അപ്പോൾ ഇതാ കോഴിൻ്റെ പീടിയേക്കാണ് നമ്മൾ വന്നത്. കൂടെ പീസാക്കി കിട്ടി. 1 കിലോ ഇറച്ചിക്ക് 240 രൂപ ഫുൾ സെറ്റ്. ഫൈനൽ ഡേ ഞങ്ങളെ ഊട്ടിയിലത്തെ. അപ്പോൾ ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയാണ് ഊട്ടി. അല്ലെങ്കിൽ ഈ തണുപ്പ് എന്തെങ്കിലും മിസ്സിങ് തന്നെ ഞങ്ങൾക്ക് ഇനി ബേജാറാണ് ഊട്ടിൽ നിന്ന് വിടുമ്പോൾ. എന്നെങ്കിലും ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊന്ന് കാണിക്കണ്ടേ? കാണിക്കണമല്ലേ എനിക്ക്? ഓ ഇതാ കോഴി കറി, നെയ്ച്ചോറ്, അതിൻ്റെ അകത്തെ ബ്രെഡ്, റോസ്റ്റഡ് ബ്രെഡാ. ഓക്കെ, അപ്പോൾ സെറ്റ് അല്ലേടാ? അപ്പോൾ ഓക്കെ പൊളി തന്നെ. ഗായ്സ്, നമ്മ ഉള്ളത് ഇപ്പോൾ ചായൻ്റെ തോട്ടത്ത്. ചായൻ്റെ അല്ല, എന്തിനാ ചായപ്പൊടിൻ്റെ തോട്ടത്ത് ഫുള്ള്. എന്ത് മജറ, എന്ത് നല്ല തണുപ്പ് നോക്കൂ. ഈനെല്ലാം കാണുമ്പോഴേക്കില്ലേ ഒരു മജ കിട്ടുന്ന, എന്ത് മജ എന്നറിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്നാൽ ഫുള്ളായിട്ട് ഞാനിങ്ങനെ റൗണ്ടാക്കിയിട്ട് കാണിക്കുന്നത്. ഓക്കെ, പുഷ്പ ഓലെ ഓലെ കല്ലു ബായ് സവാദേ. ഓക്കെ, ഹലോ ഗായ്സ്. എന്തറിയോ, നമ്മ ചായൻ്റെ തോട്ടത്തിലാണുള്ളത്, ചായപ്പൊടിൻ്റെ തോട്ടം. അപ്പം നമുക്ക് വേണമെങ്കിലും ഓർഡർ ആക്കാം. അപ്പോൾ ഗൈസ്, അടിപൊളി മജ. എന്ത് മജ എന്നറിയോ, നമ്മളെ ദേവഗിരി നാട്ടിലത്തെ ചായപ്പൊടി ഇതിൽ തന്നെ ആക്കുന്നത്. അല്ല സിദ്ധിക്ക നല്ല ചായ. ഓക്കെ സെറ്റേ. ഊട്ടിയിൽ വന്നിട്ട് ക്യാരറ്റ് കിട്ടിയിട്ടില്ല, ക്യാരറ്റ് കാണിച്ചിട്ടില്ല, അങ്ങനെയൊന്നും ചെല്ലണ്ട. ക്യാരറ്റെല്ലാം കിട്ടീനി. സവാദ് എടുത്തോണ്ട് വന്നുകൊണ്ട് കാട്ടുന്നു. പൊരിച്ചോണ്ട് വന്നല്ലേ നീ? ഇവിടെ തയ്യെല്ലാം വെച്ചു 100 രൂപ അല്ല, 2 കെട്ട് 50 രൂപ ഒരു കെട്ട്. ഇതാ ക്യാരറ്റ് സെറ്റ്. ഇത് ബീട്രൂട്ട് 100 രൂപ, 80 രൂപ ബീട്രൂട്ട്. ഓക്കെ സെറ്റ്. നമ്മ എന്താക്കി, നമ്മ ഊട്ടി വിട്ട് ഫ്രണ്ടെല്ലാം കാട്ടും. സംസം
ഊട്ടിന്ന് മൈസൂർ പോകുമ്പോ ഇങ്ങനത്തെ എല്ലാ കാഴ്ച കാണുന്നതാ. ഇതാ ഊട്ടിന്ന് മൈസൂർക്ക് പോകുമ്പോക്ക് ഒരു കാഴ്ച ഇങ്ങനത്തെ നല്ല ഒരു തണുപ്പും ഒരു മജ. എന്ത് മജയല്ലേ കാണുമ്പോ തന്നെ മജയില്ലേ? സെറ്റ്. ഇവിടെ ക്യാരറ്റിന്റെ രാശി ക്രിസ്മസ് നട്ടിട്ട് പോയിട്ട് ഞങ്ങളോട് ക്രിസ്മസ് നട്ടിട്ട് പോയിട്ട് നേരെ കാട്ടില്ല അതന്നെ ഇതൂടെ ദിവസം പൊടിയായിരിക്കാം. നമുക്ക് എങ്ങനെയൊക്കെ പോകണം? ബസ്സിന് കിട്ടണോ ഒരു മൈതാനം മൈതാനം പോലത്തെ ഇവിടെ വണ്ടി വെക്കില്ല റൈറ്റ് സൈഡിൽ ഇലക്ട്രിക് വണ്ടി ഏത് ഏരിയത്തിൽ കിലോമീറ്റർ ഓടുന്ന